ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണല്ലോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ ലഭ്യതക്കുറവ്. ഇന്ത്യ ഉപയോഗിക്കുന്ന LPGയുടെ 60% വിദേശത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ വലിയൊരു ഭാഗം വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. നിലവിലെ യുദ്ധം കാരണം പ്രധാന കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ ക്ഷാമത്തിനുള്ള പ്രധാന കാരണം. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വേണ്ടത്ര LPG ഉണ്ടാക്കാൻ കഴിയാത്തതെന്നും എങ്ങനെയാണ് ഭൂമിക്കടിയിൽ നിന്നും LPG വേർതിരിച്ചെടുക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കാണാം. ഇതുപോലുള്ള ഡെയിലി ബേസിസിലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ കോടിക്കണക്കിന് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ സസ്യങ്ങളുടെയും ജീവികളുടെയും ഫോസിലുകൾ കാലക്രമേണ എണ്ണയായും ഗ്യാസായും ഒക്കെ മാറി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ ഗ്യാസ് ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തൊന്നുമല്ല കാണപ്പെടുന്നത്. സാധാരണയായി സമുദ്രത്തിനടിയിൽ ആയിരക്കണക്കിന് മീറ്റർ താഴ്ചയിലോ പാറകൾക്കുള്ളിലോ ആയിരിക്കും ഇതിന്റെ സ്ഥാനം. അതിനാൽ തന്നെ ഗ്യാസ് കണ്ടെത്താനുള്ള പ്രോസസ്സുകൾ തുടങ്ങുന്നത് പലപ്പോഴും കടലിന്റെ നടുവിലാണ്. ഇതിനായി അവിടെ സർവേ നടത്തുന്ന വലിയ കപ്പലുകളിൽ നിന്നും എഞ്ചിനീയർമാർ കടലിലേക്ക് ശക്തമായ ശബ്ദ തരംഗങ്ങൾ അയക്കുന്നു. ഈ ശബ്ദം കടലിന്റെ അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഉപരിതലത്തിലുള്ള സെൻസറുകൾ അത് പിടിച്ചെടുക്കും. തുടർന്ന് ഈ ഡാറ്റ വെച്ച് ഗവേഷകർ കടലിനടിയിൽ 3D മാപ്പുകൾ തയ്യാറാക്കും. എവിടെയാണ് ഗ്യാസിന്റെ പ്രസൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള മാപ്പുകൾ കിട്ടിയത് കൊണ്ട് മാത്രം ഡ്രില്ലിംഗ് എവിടെ തുടങ്ങണമെന്നത് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനായി ഏകദേശം 9 മീറ്റർ നീളമുള്ള 100 കണക്കിന് ഡ്രിൽ പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു വലിയ പൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടാക്കി പാറകളിലേക്ക് ഇറക്കുന്നു. ഇതിന്റെ അറ്റത്തുള്ള കടുപ്പമേറിയ ലോഹങ്ങൾ കൊണ്ടുള്ള ഒരു ബിറ്റ് പാറകളെ തുരന്ന് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു നിശ്ചിത ഭാഗം തുറന്നു കഴിഞ്ഞാൽ എഞ്ചിനീയർമാർ ഒരു ലോക്കിംഗ് ഇതിനുള്ളിലേക്ക് ഇറക്കുന്നു. ആ ഉപകരണം പാറകൾക്കടിയിലേക്ക് സിഗ്നലുകൾ അയച്ച് അവിടുത്തെ പ്രഷറും പാറയുടെ സ്വഭാവവും മനസ്സിലാക്കി വിവരങ്ങൾ മുകളിലേക്ക് അയക്കുന്നു. കോടിക്കണക്കിന് രൂപ ചിലവാക്കി കുഴിക്കുന്ന ഈ കുഴികൾ ലാഭമുണ്ടാകുമോ അതോ വെറുതെ ആകുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ കിട്ടുന്ന ഡാറ്റകളാണ്. എങ്കിലും ഈ പണികൾക്കിടയിലൊക്കെ ഒരു വലിയ അപകട സാധ്യതയുണ്ട്. അതായത് ബ്ലോട്ട് ആണ്. ബ്ലോട്ട് പ്രഷർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എണ്ണയും വാതകവും നിയന്ത്രണമില്ലാതെ മുകളിലേക്ക് ചീറ്റിത്തെറിക്കും. ഇതിനെയാണ് ബ്ലോട്ട് എന്ന് വിളിക്കുന്നത്. ഇത് കടലിലെ ജീവചരാചരങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല പരിസ്ഥിതിക്ക് വലിയ നാശവും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെ മാത്രമേ അവർ ചെയ്യൂ. കാരണം ചെറിയൊരു പിഴവ് പോലും വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. അങ്ങനെ ഗ്യാസ് റിസർവയറിൽ എത്തിക്കഴിഞ്ഞാൽ പൈപ്പ് ഉറപ്പിക്കാനായി സ്റ്റീൽ പാളികളും സിമന്റ് ഉപയോഗിച്ച് വശങ്ങൾ ബലപ്പെടുത്തും. കടലിന്റെ അടിത്തട്ടിൽ ടൺ കണക്കിന് ഭാരമുള്ള ബ്ലോട്ട് പ്രിവെന്റർ എന്ന വലിയൊരു ഉപകരണം സ്ഥാപിക്കും. എന്തെങ്കിലും അപകടം കണ്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ വാതകമൊഴുക്ക് പൂർണ്ണമായും തടയാൻ ശേഷിയുള്ള വാൾവുകൾ ഇതിലുണ്ട്. ഹൈ പ്രഷർ അഥവാ 10,000 PSI പ്രഷർ പോലും തടയാൻ ഇതിന് സാധിക്കും. ഇത്രയും സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രമേ ഗ്യാസ് പുറത്തെടുക്കാനായിട്ട് തുടങ്ങൂ. ആദ്യം ഭൂമിക്കടിയിലെ പ്രഷർ കാരണം ഗ്യാസ് തനിയെ മുകളിലേക്ക് വരും. പ്രഷർ കുറയുമ്പോൾ ഗ്യാസ് തിരിച്ചടിച്ചോ പമ്പ് ഗ്ലൂബ് ഉപയോഗിച്ചോ ഗ്യാസ് മുകളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഗ്യാസിനൊപ്പം വെള്ളവും എണ്ണയും മണലും എല്ലാം കലർന്നിട്ടുണ്ടാകും. ഗ്യാസ് മുകളിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് ഈ മിശ്രിതത്തെ വേർതിരിക്കുകയാണ്. പൈപ്പിലൂടെ വരുന്നത് വെറും ഗ്യാസ് മാത്രമല്ലല്ലോ, അതിൽ വെള്ളവും എണ്ണയും മണലും എല്ലാം വീണ്ടും ഉണ്ടാകും. പ്ലാറ്റ്ഫോമിലെ മെഷീനുകൾ ഉപയോഗിച്ച് ഇതിനെ ഗ്യാസ്, ലിക്വിഡ്, ഹൈഡ്രോ കാർബൺ, വെള്ളം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. വെള്ളം വൃത്തിയാക്കി കടലിലേക്ക് തന്നെ വിടും. കൂടെ കിട്ടുന്ന എണ്ണ ശേഖരിച്ച് വെക്കുകയും ബാക്കിയുള്ള ഗ്യാസ് ശുദ്ധീകരണത്തിനായി അയക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് ഗ്യാസിലെ ഈർപ്പം നീക്കം ചെയ്യുന്നത്. ഇത് പൈപ്പിനുള്ളിൽ തുരുമ്പ് പിടിക്കുന്നതും ഗ്യാസ് തണുത്ത് ഐസാകുന്നതും തടയാൻ സഹായിക്കും. ഈ സമയത്ത് ആയിരക്കണക്കിന് സെൻസറുകൾ പ്രഷറും ടെമ്പറേച്ചറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ വിവരങ്ങൾ കരയിലുള്ള എഞ്ചിനീയർമാർക്കും കാണാൻ കഴിയും. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ ഉടൻ തന്നെ മെഷീനുകൾ തനിയെ പ്രവർത്തനം അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ കടലിലെ ഗ്യാസ് ഉൽപാദനം അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ചെറിയൊരു പിഴവ് വന്നാൽ പോലും കോടികളുടെ നഷ്ടവും കടലിന് ദോഷവും അത് വരുത്തും. ശേഷം ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകൾ മാറ്റിയെടുക്കും. തുടർന്ന് ഈ ഗ്യാസിനെ നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കുന്നു. തുടർന്ന് ഇതിൽ നിന്നും മീഥേൻ വേർതിരിച്ചെടുത്ത് സാധാരണ പ്രകൃതി വാതകമായി മാറ്റും. അല്ലെങ്കിൽ അതിനെ -162 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ച് NLG എന്ന അഥവാ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസായി മാറ്റിയെടുക്കും. ഇതിനുള്ള ഈഥൈൻ എന്ന ഭാഗം പ്ലാസ്റ്റിക് നിർമ്മാണത്തിനായി പെട്രോ കെമിക്കൽ വ്യവസായത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇതിലെ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവയെ
പ്രഷർ നൽകി ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടാണ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവയെ ശേഖരിച്ച് ലൈറ്റ് ക്രൂഡ് ഓയിൽ പോലെ ശുദ്ധീകരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. കരയിലുള്ള ഗ്യാസ് എടുക്കൽ സമുദ്രത്തിലെ ഗ്യാസ് എടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയേക്കാം. ഇവിടെയും ആദ്യം പലവിധ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി ഗ്യാസ് എവിടെയുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാറകളുടെ സ്വഭാവം നോക്കി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ ഡ്രില്ലിംഗ് തുടങ്ങുന്നു. ആദ്യം കുത്തനെ താഴേക്ക് കുഴിക്കും. പക്ഷേ പാറകൾക്കിടയിൽ ഗ്യാസ് കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും കുത്തനെ കുഴിച്ച ശേഷം വശങ്ങളിലേക്ക് പൈപ്പ് തിരിച്ച് വീണ്ടും മൈലുകളോളം വശങ്ങളിലേക്ക് ഇങ്ങനെ കുഴിക്കാൻ സാധിക്കും. പക്ഷേ വശങ്ങളിലേക്ക് കുഴിച്ചത് കൊണ്ട് മാത്രം ഗ്യാസ് പുറത്തേക്ക് വരില്ല. അവിടെയാണ് ഫ്രാക്കിംഗ് എന്ന രീതി ഉപയോഗിക്കുന്നത്. അതായത് ഇതിനായി വെള്ളവും മണലും മരുന്നുകളും വലിയ മർദ്ദത്തിൽ താഴേക്ക് പമ്പ് ചെയ്യും. ഈ മർദ്ദത്തിൽ പാറകളിൽ വിള്ളലുകൾ ഉണ്ടാകും. മണൽത്തരികൾ ഈ വിള്ളലുകൾ അടയാതെ പിടിച്ചു നിർത്തും. അങ്ങനെ ഗ്യാസ് പുറത്തേക്ക് വരും. ഇതിൽ നിന്നും കിട്ടുന്ന ഗ്യാസിനൊപ്പം വെള്ളവും എണ്ണയും ഉണ്ടാകും. ശേഷം ഉപരിതലത്തിൽ എത്തുമ്പോൾ ഇവയെ വേർതിരിക്കാനുള്ള ടാങ്കുകളിലേക്ക് അയക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ LPG ക്ഷാമം കനത്ത രീതിയിലോട്ട് പോവുകയാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.